Good evening, students. Welcome to a lecture series of quantum mechanics. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റേഴ്സ് നെയിം ഈസ് ക്വാണ്ടം ഡൈനാമിക്സ്. പതിവ് പോലെ തന്നെ ഇതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മോഡേൺ ക്വാണ്ടം മെക്കാനിക്സ് ബൈ ജെ സാക്കുറായി. ചാപ്റ്റർ 2 ആണ് നമ്മളുടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടം ഡൈനാമിക്സ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡൈനാമിക്സ് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് കെറ്റിനെ നമ്മൾ ജനറലി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. തൽക്കാലം കെറ്റ് ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകളിലൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിലും അവിടെ കുറേ മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്ക് നമ്മൾ ജനറേറ്റ് ചെയ്തുവെങ്കിലും സ്റ്റേറ്റ് കെറ്റിന് ടൈമിനനുസരിച്ചുണ്ടാകുന്ന വേരിയേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഹൗ സ്റ്റേറ്റ് കെറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. We have not discussed anything in the previous lectures. അപ്പോൾ ഈ ലെക്ചർ മുതൽ നമ്മൾ സ്റ്റേറ്റ് കെറ്റിന് ടൈമിനനുസരിച്ചുണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു എ ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ അനലോഗ് ഓഫ്, നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ അനലോഗ് ഓഫ് ന്യൂട്ടൺസ് equations or Lagrange's equation or Hamiltonian equation. ഇത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ഫേമസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ജനറലി ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ബേസിക് കോൺസെപ്റ്റുകളിലൊന്നും ടൈമിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് കെറ്റിന് ടൈമിനനുസരിച്ച് എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമിനനുസരിച്ച് സ്റ്റേറ്റ് കെറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി the dynamic development of a quantum mechanical system. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡൈനാമിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു develop a new equations of motion which can be applied in quantum mechanics. That equation നമുക്ക് അതിനെ ഷ്രോഡിഞ്ചർ ഇക്വേഷനോ അല്ലെങ്കിൽ ഹൈസൻബർഗിൻസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയാം. സോ വി ആർ ഗോയിങ് ടു ഡെവലപ്പ് എ ക്വാണ്ടം മെക്കാനിക്കൽ അനലോഗ് ഓഫ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ ടൈമിനനുസരിച്ചുള്ള എവല്യൂഷനെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് യൂസിങ് ഇക്വേഷൻസ് ഓഫ് മോഷൻ വി ക്യാൻ പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം. അപ്പോൾ ആ രൂപത്തിലൊരു ഫ്യൂച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ആ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനൊരു കൺസിഡറേഷൻ നടക്കുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദാറ്റ് സ്റ്റേറ്റ് കെറ്റ് is changing with respect to time. State cut അല്ലെങ്കിൽ how the state cut changing എന്ന് പറയുന്ന അർത്ഥമില്ല, ചിലപ്പോൾ ചേഞ്ച് ചെയ്യാതിരിക്കാം, പക്ഷേ how the state cut is varying with respect to time or how we can express the variation of the state cut with respect to time. ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ്, പുതിയൊരു ഓപ്പറേറ്ററാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ.
ഇതിന് അന്തർലീനമായ അർത്ഥം എന്ന് പറയുന്നത് ടൈമിൻ്റെ ഇവോൾവ്മെൻറ്റ് ഒരു ഓപ്പറേറ്ററിൻ്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തോന്നും ഈ ടൈം തന്നെയാണോ ഇനി ഒരു ഓപ്പറേറ്റർ? ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഓപ്പറേറ്ററായിട്ടാണ്. പൊസിഷൻ എക്സ് ക്യാപ് എന്നുള്ള രീതിയിലാണ്. ദാറ്റ് മീൻസ് സ്പേസ് കോർഡിനേറ്റ്സ്, ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം, ടൈം എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ആൻ ഓപ്പറേറ്റർ? ഇപ്പോൾ ടൈം ടി അല്ലെങ്കിൽ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി ടി എന്നൊക്കെ പറയുന്നത് ഈസ് ഇറ്റ് ആൻ ഓപ്പറേറ്റർ? നോ. ടൈമിനെ നമ്മൾ ഓപ്പറേറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. നമ്മൾ വേറൊരു ഓപ്പറേറ്റർ പിന്നെ പറയും, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റർ. ടൈം ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റർ. ടൈം ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ജസ്റ്റ് എ പാരാമീറ്റർ. ഒരു പാരാമീറ്റർ മാത്രമാണ്. ഓപ്പറേറ്ററായിട്ട് ടൈമിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ടൈമിനെ ഒരു ഓപ്പറേറ്ററായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും സെൻസിബിൾ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ല. നമ്മൾ പൊസിഷനെ ഒരു ഓപ്പറേറ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് പൊസിഷൻ ഈസ് ആൻ ഓപ്പറേറ്റർ. പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. പക്ഷെ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ പാരാമീറ്റർ, നോട്ട് ആൻ ഓപ്പറേറ്റർ. പക്ഷേ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പറഞ്ഞാലും ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞാലും നമ്മൾ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിലൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫിസിക്സിൽ എപ്പോഴും കാണുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്പേസ് ടൈം സിമെട്രി. നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും. സ്പേസ് ടൈം സിമെട്രി എന്ന് പറഞ്ഞാൽ സ്പേസ് കോർഡിനേറ്റും ടൈം കോർഡിനേറ്റും ഒരു സിമെട്രിക് ബിഹേവിയർ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇൻ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്. റിലേറ്റിവിറ്റിയിൽ നമ്മൾ ഒരു പുതിയൊരു ക്വാണ്ടിറ്റി തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് സ്പേസ് ടൈം. സ്പേസും ടൈമും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്പേസ് കോർഡിനേറ്റിൻ്റെ ബിഹേവിയർ പോലെ തന്നെ ടൈം കോർഡിനേറ്റിൻ്റെയും ബിഹേവിയർ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലൂടെ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പേസ് ഒരു ഓപ്പറേറ്ററായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താലും ടൈമിനെ ഒരു ഓപ്പറേറ്ററായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇപ്പോഴത്തെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് നോൺ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിൽ അപ്ലിക്കബിൾ ആണ്. നോൺ റിലേറ്റിവിസ്റ്റിക് അപ്ലിക്കബിൾ ഓൺലി ഇൻ non-relativistic situations. Non-relativistic situation means V is far less than c. Speed of the particle is far less than the velocity of the light in vacuum. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, എസ്പെഷ്യലി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് fails in റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യാൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹൈസൻബർഗ് ഇക്വേഷൻസ് ഒന്നും നമുക്ക് പോരാതെ വരും. കാരണം അതൊരു നോൺ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിൽ നമ്മൾ പുതിയ ഇക്വേഷൻസ് കൊണ്ടുവരും. ഡിറാക്ക് ഇക്വേഷൻ എന്നും ഒരുപാട് ടൈപ്പ് ഇക്വേഷൻസ് ഉണ്ട്. ഡിറാക്ക്, ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അടുത്ത 3rd സെമസ്റ്റർ MSc ഫിസിക്സിലെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്പേസ് ടൈം സിമെട്രി റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ പോലും അവിടെ സ്പേസിനെയും സ്പേസും ടൈമും ഒരേ ബിഹേവിയറാണ് കാണിക്കുന്നത് എങ്കിൽ പോലും സ്പേസിനെ പോലും റിലേറ്റിവിറ്റിയിലെ സ്പേസും ടൈമും പാരാമീറ്റേഴ്സാണ്, നോട്ട് ആൻ ഓപ്പറേറ്റേഴ്സ്, ജസ്റ്റ് പാരാമീറ്റേഴ്സ്. റിലേറ്റിവിറ്റിയിൽ അവിടെ എന്താ ഒരു സ്പേസ് ടൈം സിമെട്രി നിലനിൽക്കണം.
ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ള കോൺസെപ്റ്റ് ക്ലാസിക്കൽ എന്താ പറയുക റിലേറ്റിവിറ്റിയിൽ നമ്മൾ സ്പേസ് ടൈം സിമെട്രി ആരോപിച്ച പോലെ തന്നെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളുടെ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു സ്പേസ് ടൈം സിമെട്രി ആരോപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും കാണാൻ പറ്റും പൊസിഷനെ ഒരു ഓപ്പറേറ്ററായിട്ടും ടൈമിനെ ഒരു പാരാമീറ്റർ മാത്രമായിട്ടും ട്രീറ്റ് ചെയ്യും. റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്കൽ സിറ്റുവേഷനിൽ എത്തുമ്പോൾ സ്പേസും ടൈമും പാരാമീറ്ററായിട്ട് മാറും. ഒരിക്കലും ടൈമിനെ നിങ്ങൾക്ക് എവിടെയും ക്വാണ്ടം മെക്കാനിക്സിൽ എവിടെയും ടൈമിനെ ഒരു ഓപ്പറേറ്ററായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ പാരഗ്രാഫിൽ പറഞ്ഞ കോൺസെപ്റ്റാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടൈം ഈസ് ജസ്റ്റ് എ പാരാമീറ്റർ, ടൈം ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റർ, whereas പൊസിഷൻ ഈസ് ആൻ ഓപ്പറേറ്റർ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, നമുക്കിനി അടുത്തേക്ക് കിടക്കാം. ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് മീൻ ബൈ എ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ? ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്റ്റേറ്റ് കെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. സ്റ്റേറ്റ് കെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, ആ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേറ്റ് കെറ്റ് ഉണ്ട്. ഞാൻ ആ സ്റ്റേറ്റ് കെറ്റിനെ കെറ്റ് ആൽഫ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഇനീഷ്യൽ ടൈമിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിനെ ഇനീഷ്യൽ ടൈമിനെ T0 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ് കെറ്റിന് ഇനീഷ്യൽ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10:30 എന്ന് പറയുന്ന ടൈം ഉണ്ടെന്ന് വിചാരിച്ചു. ആ 10:30 എന്ന് പറയുന്ന ടൈമിൽ സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത് ഈ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അതിനാണ് നമ്മൾ T0 എന്ന് റെപ്രസെൻ്റ് ചെയ്തത് ഇനീഷ്യൽ. ഒരു ആഫ്റ്റർ എ ടൈം ടി എന്ത് സംഭവിക്കും? at a time after a time t where t is greater than T0 എന്താണ് what is the new state? ഇതാണ് ചോദ്യം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ അപ്പോഴത്തെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ അപ്പോഴത്തെ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഒരു സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കെറ്റിൻ്റെ സമയത്തിനനുസരിച്ച് എന്ത് എവല്യൂഷനാണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്കറിയണം. ഇനീഷ്യലി ടി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ടൈം T0 സ്റ്റേറ്റ് കെറ്റ് ആൽഫയാണ്. ആഫ്റ്റർ ടൈം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതായത് let us now analyze how a state ket changes from T0 to T. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ T0 ഞാൻ at an initial time T0 we can write the state ket as ket alpha. കുറച്ചും കൂടി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ റെപ്രസെൻ്റ് ചെയ്ത നൊട്ടേഷൻ ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. കെറ്റ് ആൽഫ T0 ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, കെറ്റ് ആൽഫ T0. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ എ ഇനീഷ്യൽ. ആഫ്റ്റർ എ ടൈം ടി after a time, that means T0 minus T അല്ല T minus T0 സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ at a time T നമുക്ക് ഇങ്ങനെ എഴുതാം. at a time T the new ket can be represented as നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. കെറ്റ് ആൽഫ കോമ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിനാണ് വ്യത്യാസം വരുന്നത്. എവിടെ തൊട്ട് എവിടെ വരെ? T0 മുതൽ T വരെ. ഇനീഷ്യൽ ടൈം T0 ആണെന്നും ഫൈനൽ ടൈം T ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ആൽഫ എഴുതി, ഒരു കോമ ഇട്ടു, പിന്നെ ഇനീഷ്യൽ ടൈം T0 എഴുതി, ഒരു സെമി കോളൻ ഇട്ടു, then T. Here T is greater than T0, which is equation number 1. അപ്പോൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇതെന്ന് പറയുന്നത്
ഈ സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന സമയത്ത് സ്റ്റേറ്റ് കെറ്റാണ്. ഇവിടുന്ന് എവിടേക്കാണ്? T0യിൽ നിന്ന് ടിയിലേക്കാണ് സ്റ്റേറ്റ് കെറ്റിന് വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി എഴുതാം. അങ്ങനെയാണെങ്കിൽ then we can write, ഇതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. then we can write, ടൈം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് t tends to 0 get alpha t t0 t is get alpha or simply get alpha t0. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇനീഷ്യൽ ടൈം ഇതാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ get alpha t0, ആഫ്റ്റർ എ ടൈം t get alpha t0 t. അപ്പോൾ നമുക്കൊന്നും കൂടി എഴുതാം. ഇനീഷ്യൽ ടൈമിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്. get alpha t0, അതിനെ വേണമെങ്കിൽ get alpha എന്ന് എഴുതാറുണ്ട്. ഇവിടെ നമ്മൾ get alpha t0 പിന്നെ ഒരു സെമിക്കോളൻ t. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയുണ്ടാവുക. ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഈ ഒരു റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. get alpha t0 t changes to get alpha t0 changes to get alpha t0 t. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവും. ഈ സ്റ്റേറ്റ് കെറ്റ് ഇവിടെ ഈ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് കെറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഈ സിസ്റ്റത്തിന് ഇവോൾവേഷൻ നടക്കണമെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കണം. ആ ഓപ്പറേഷനാണ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇനീഷ്യൽ കെറ്റുമ്മേ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് പുതിയൊരു കെറ്റ് ഉണ്ടാവുന്നത് ആഫ്റ്റർ എ ടൈം ടി. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോം നമുക്ക് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. സോ let us now write the time evolution operator as u t t0. u എന്ന് പറയുന്നത് സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനീഷ്യൽ ടൈം t0, ഫൈനൽ ടൈം t. ഇപ്പോൾ t0യിൽ നിന്ന് t വരെയാണ് ടൈം എവല്യൂഷൻ ഓപ്പറേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, u t t0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, get alpha t0 colon t is equal to u t t0 get alpha t0. This is equation number 4. This is equation number 5. Okay. So, ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ എക്സ്പ്ലിസിറ്റ് ഫോം എന്താണ്, ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let us now analyze the important properties of time evolution operator. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത്, നമുക്ക് സപ്പോസ് our
state ket is spanned in a basis of a ഓപ്പറേറ്ററിൻ്റെ ബേസിസ് അത് നമ്മളിങ്ങനെ എഴുതാറ് സെറ്റ് കെറ്റ് എ പ്രൈം ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കെറ്റ് ആൽഫ ടി സീറോ ഇനീഷ്യൽ സ്റ്റേറ്റ്. നമ്മുടെ ഇതിൽ തന്നേക്കുന്ന ഇനീഷ്യൽ സ്റ്റേറ്റിന് നമുക്ക് സമ്മേഷൻ ഓവർ എ പ്രൈം സി നമ്മളെങ്ങനെ എഴുതാറ് നമുക്ക് ഓർമ്മയുണ്ടാവും കെറ്റ് എ പ്രൈം ബ്ര എ പ്രൈം ആൽഫ ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ടി സീറോ തന്നെയാണ് എഴുതുന്നത്. പിന്നെ ആൽഫ എന്ന് സിമ്പിളായിട്ട് ഞാൻ ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ടി സീറോ സ്പെസിഫൈ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടേമിനെ നമ്മൾ കോയഫിഷ്യൻസ് എന്നാണ് വിളിക്കുക. അതിനെ നമ്മൾ സി എ പ്രൈം എന്നാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ടി സീറോൻ്റെ ടൈം ആയതുകൊണ്ട് ഇനീഷ്യൽ ടൈം ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ ഒരു സി എ പ്രൈം ഓഫ് ടി സീറോ എന്ന് പറഞ്ഞു. ആ ടൈമും കൂടി കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി എ പ്രൈം ഓഫ് ടി സീറോ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സമ്മേഷൻ ഓവർ എ പ്രൈം സി എ പ്രൈം ഓഫ് ടി സീറോ കെറ്റ് എ പ്രൈം. ഓക്കെ, വിച്ച് ഈസ് equation number 6. Okay, this is ket alpha or ket alpha t0 ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പം. ഓക്കെ, ഇനി വാട്ട് ഈസ് ket alpha t0 t ആഫ്റ്റർ എ ടൈം t നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതേ രൂപത്തിൽ തന്നെ എഴുതാം. അപ്പോൾ എന്ത് വരും സമ്മേഷൻ ഓവർ എ പ്രൈം ഇതേ ബേസിസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ket എ പ്രൈം ബ്ര എ പ്രൈം ആൽഫ ടി സീറോ സെമി കോളൻ ടി ഇങ്ങനെയല്ലേ എഴുതാം. അപ്പോൾ നമുക്ക് അതിനെ എഴുതാം സമ്മേഷൻ ഓവർ എ പ്രൈം സി എ പ്രൈം ഓഫ് ടി കെറ്റ് എ പ്രൈം. ഓക്കെ, ഈ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. അപ്പം എൻ്റെ ചോദ്യം ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കോയഫിഷ്യൻറ്റുകളും സെയിം ആണോ എന്നുള്ളത്. രണ്ടിലും എ പ്രൈം വെച്ചിട്ട് എ പ്രൈമാണ് സ്റ്റേറ്റ് കെറ്റ് അല്ലെങ്കിൽ കെറ്റ് ബേസിസും എ പ്രൈമാണ് ഉപയോഗിച്ചാണത്. ഇവിടെ സി എ പ്രൈം ഓഫ് ടിയും സി എ പ്രൈം ഓഫ് ടി സീറോയും സെയിം ആയിരിക്കുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ചോദിക്കാം, മോഡുലസ് സി എ പ്രൈം ഓഫ് ടി സീറോ ഹോൾ സ്ക്വയർ മോഡുലസ് സി എ പ്രൈം ഓഫ് ടി ഹോൾ സ്ക്വയർ ഇത് രണ്ടും എന്താ? ഇങ്ങനെ എഴുതിയാൽ എന്താ അർത്ഥം? മോഡുലസ് സി എ പ്രൈം ഓഫ് ടി സീറോ എന്ന് പറഞ്ഞാൽ എ പ്രൈം ആൽഫ ഹോൾ സ്ക്വയർ ആൽഫ ടി സീറോ, മറ്റേതെന്തോ മോഡുലസ് എ പ്രൈം ആൽഫ ടി സീറോ ടി ഹോൾ സ്ക്വയർ. ഇത് രണ്ടും എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് കെറ്റ് ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് കെറ്റിന് എ പ്രൈം എന്ന് പറയുന്ന ഒരു ഐഗൺ വാല്യൂവിൽ വന്ന് വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എ പ്രൈം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വന്ന് വീഴാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ആണ്. പ്രോബബിലിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഫോർ സ്റ്റേറ്റ് ടു ബി ഇൻ കെറ്റ് എ പ്രൈം. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത് രണ്ടും അതാണ്. ഒന്ന് ടി സീറോൻ്റെ ടൈമും ഒന്ന് ടി എന്ന് പറയുന്ന ടൈമിലെയാണ്. ഇത് രണ്ടും സെയിം ആകുമോ സെയിം ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. മോസ്റ്റ് ജനറലി നമുക്കിത് സെയിം ആണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല, നമുക്കിതിനെപ്പറ്റി ധാരണയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷേ വി ക്യാൻ സീ സെവറൽ അതർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് the state ket several other situations in which the total probability remains constant. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകൾ ഡിഫറെൻ്റ് ആണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അസ്യൂം ചെയ്യാൻ പറ്റും, സമ്മേഷൻ ഓവർ എ പ്രൈം മോഡുലസ് സി എ പ്രൈം ഓഫ് ടി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ പ്രൈം മോഡുലസ്
സി എ പ്രൈം ഓഫ് ടി സീറോ ഹോൾ സ്ക്വയർ. ഇതെന്താ? പ്രോബബിലിറ്റി കൺസർവേഷൻ ആണ്. ഇതെന്താ? ടോട്ടൽ പ്രോബബിലിറ്റിയാണ്. ടി സീറോ എന്ന് പറയുന്ന സമയത്ത്. ഇതോ ടോട്ടൽ പ്രോബബിലിറ്റി ടി. നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ലെറ്റ് us assume that ഇത് അസംഷൻ മാത്രമല്ല, ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലും. അപ്പോൾ മോഡുലസ് സി എ പ്രൈം ഓഫ് ടി ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് ദിസ് ഈസ് modulus C A prime of t whole square is equal to summation over A prime modulus C A prime of t 0 whole square, which is called the probability conservation. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം ആരോപിക്കാൻ പോവാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഏത് സിസ്റ്റം നിങ്ങൾ എടുത്താലും അവിടെ ഒരു പ്രോബബിലിറ്റി കൺസർവേഷൻ ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. Generally we can see that probability at all times, generally we can see that probability at all times എന്ന് പറഞ്ഞാൽ ടി സീറോയിലെയും ടിയിലെയും സെയിം ആണ്, remains constant. This is called the probability conservation. So based on this probability conservation, we can simply say that നമ്മൾ എന്താ എഴുതിയത്? get alpha t0 t is equal to summation over A prime C A prime of t get A prime, get alpha t0 is equal to summation over A prime C A prime of t0 get A prime. നമുക്ക് കിട്ടി summation over A prime C A prime of t modulus C A prime of t whole square is equal to summation over A prime modulus C A prime of t0 whole square. That means probability conservation. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഗുണം? നമ്മുടെ സ്റ്റേറ്റ് കെറ്റിനെ if we normalize get alpha t0 at an initial time, it will be always normalized at all times. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. ആ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിനെ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നോർമലൈസ് ചെയ്താൽ, ഇത് ക്വാണ്ടം മെക്കാനിക്സിൽ എവിടെയും കാണാൻ പറ്റും, ഒരു സ്റ്റേറ്റ് കെറ്റിനെ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് എല്ലാ സമയത്തും നോർമലൈസ് ചെയ്യപ്പെട്ട് തന്നെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ വി ക്യാൻ സീ റൈറ്റ് വാട്ട് ഗെറ്റ് ബ്രാ ആൽഫ t0 t get alpha t0 t is equal to 1, that is equal to bra alpha t0 get alpha t0. That means the system is normalized. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് get alpha t0 എന്താ കിട്ടിയത്? get alpha t0 t എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, u t t0 get alpha t0 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാ ആൽഫ t0 t എന്ന് പറയുന്നത് എന്ത് വരും? u ഡാഗർ അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാ ആൽഫ t0 u ഡാഗർ t0 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക്
ഈ രണ്ട് കേസുകളും ഈ രണ്ട് സിറ്റുവേഷനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ആൽഫ T0 സെമിക്കോളൻ T ആൽഫ T0 സെമിക്കോളൻ T is equal to alpha T0 U dagger T0 U T0 get alpha T0. That is equal to bracket alpha T0 alpha T0 which is equal to 1. ആണല്ലോ. അപ്പോൾ എന്തായി? ഈ ടേം, ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്തായി? ഈ U dagger T0 into U T0 is equal to 1 identity operator. That means U T0 is unitary. The operator, time evolution operator is unitary. But time evolution operator is unitary എന്ന് നമുക്ക് എഴുതാൻ പറ്റും. Time evolution operator is unitary. Okay. So UT0 is unitary. Unitary property നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് യൂണിറ്ററി ഓപ്പറേറ്റർ? യൂണിറ്ററി ഓപ്പറേറ്റർ, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഓപ്പറേഷൻ ആണ്. ഓക്കെ, ആ യൂണിറ്ററി ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ ആ യൂണിറ്ററി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് എവിടുന്ന് ഏത് അസംഷനിൽ നിന്നാണ്? പ്രോബബിലിറ്റി കൺസർവേഷനിൽ നിന്നാണ് നമ്മൾ ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യൂണിറ്ററി ആണ് എന്ന് പ്രൂവ് ചെയ്തത്. അതായത് ഒരു സ്റ്റേറ്റ് കെറ്റ് ഒരു പർട്ടിക്കുലർ ടൈമിൽ നോർമലൈസ് ചെയ്താൽ ഇറ്റ് വിൽ റിമെയിൻ ഇൻ ദ നോർമലൈസ്ഡ് സിറ്റുവേഷൻ അറ്റ് ഓൾ ടൈംസ്. ഇതാണ് നമ്മൾ യൂണിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായത്. പ്രോബബിലിറ്റി കൺസർവേഷനിൽ നിന്നാണ് നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വൺ മോർ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. UT0 is unitary. Okay, then next property, the property 2. Property 2 എന്ന് പറയുന്നത് നമ്മൾ അതിനെ കോമ്പോസിഷൻ പ്രോപ്പർട്ടി എന്ന് പറയും. കോമ്പോസിഷൻ പ്രോപ്പർട്ടി വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കോമ്പോസിഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ടൈം T0 ആണെന്ന് വിചാരിക്കാം, ഫൈനൽ ടൈം T2 ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മളൊരു ടൈം ഇൻ്റർവെലാണ്, T2 - T0 ഒരു ഇൻ്റർവെല്ലാണ് നമ്മൾ ഈ ഒരു ടൈം എവല്യൂഷൻ നടക്കുന്നത് സ്റ്റേറ്റ് കെറ്റിന്. അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു ടൈം T1 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇൻ്റർവെൽ ഉണ്ട്, ഇൻ്റർവെൽ 1ഉം ഇൻ്റർവെൽ 2. ഇൻ്റർവെൽ 1 എന്ന് പറഞ്ഞാൽ T0 to T1 വരെയാണ്. ഇൻ്റർവെൽ 2 എന്ന് പറഞ്ഞാൽ T1 to T2 ആണ്. അതായത് നമ്മൾ T0 to T എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു. T0 to T1ഉം T0 to T2. T0 to T2ൻ്റെ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് UT2 T0 എന്നാണ് നമ്മൾ എഴുതുക. ഇനി T0 മുതൽ T1 വരെയാണെങ്കിലോ നമ്മൾ UT1 T0 ആണ്. ഇനി T1 മുതൽ T2 വരെയാണെങ്കിലോ UT2 T1. ഓക്കെ, സോ ഇത് ഇൻ്റർവെൽ 1ൻ്റെയും ഇത് ഇൻ്റർവെൽ 2ൻ്റെയും. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആയി വിചാരിക്കും. അപ്പോൾ
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്കൊരു സ്റ്റേറ്റ് കെറ്റ് T0 കെറ്റ് ആൽഫ T0 എന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ് കെറ്റിനെ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ വെച്ച് ആദ്യത്തെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ T1 T0 വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ ഈ T1 എന്ന് പറയുന്ന സമയത്തെ സ്റ്റേറ്റ് കെറ്റ് കിട്ടും. അതിനെ വീണ്ടും T1 തൊട്ട് T2 വരെയുള്ള അടുത്ത യൂണിറ്ററി ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ സ്റ്റേറ്റ് കെറ്റ് T2 എന്ന് പറയുന്ന സമയത്തെ കെറ്റ് കിട്ടും. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് T2 T0 is equal to T2 T1 T1 T0. അപ്പോൾ നമ്മളുടെ കെറ്റ് ആൽഫ T0ന്റെ പുറത്ത് ആദ്യം T1 T0 ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ T1 വരെയുള്ള സമയം കിട്ടുന്നു. അതിൻ്റെ പുറത്ത് എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു? പുതിയ സ്റ്റേറ്റിന്റെ പുറത്ത് T2 T1 എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോമ്പോസിഷൻ ആയിട്ട് എഴുതിയത് T2 T0 എന്ന് പറയുന്നത് T2 to T1. അപ്പോൾ ആദ്യം നമ്മൾ T0 to T1 വരെ ഓപ്പറേറ്റ് ചെയ്യുന്നു, പിന്നെ T1 മുതൽ T2 വരെ ഓപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. ഹിയർ T2 ഈസ് ഗ്രേറ്റർ ദാൻ T1 ഈസ് ഗ്രേറ്റർ ദാൻ T0. ഇങ്ങനെയാണെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ, then one more point to express. ഒരു പുതിയ ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓപ്പറേറ്റർ ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. നമുക്കൊരു ഇനീഷ്യൽ ടൈം T0 ഉണ്ടെന്ന് വിചാരിച്ചോ. ഫൈനൽ ടൈം എന്ന് പറയുന്നത് T0 to പ്ലസ് dt. ഒരു ചെറിയ ഇൻഫിനിറ്റ്സിമൽ ടൈം ഇൻ്റർവെലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് dt മാത്രമാണ്. ഇറ്റ്സ് ഇൻഫിനിറ്റ്സിമലി സ്മോൾ. ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ മുമ്പ് എഴുതിയ സാധാരണ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ പോലെ തന്നെ എഴുതാം. T0 പ്ലസ് dt, അതാണ് ഫൈനൽ ടൈം. ഇനീഷ്യൽ ടൈം T0 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഓപ്പറേറ്ററിനെ എഴുതുക. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റേറ്റ് കെറ്റിനെ കെറ്റ് ആൽഫ T0 പ്ലസ് dt എന്ന് എഴുതാം. ഏത്? ഫൈനൽ കെറ്റ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് T0 പ്ലസ് dt T0 കെറ്റ് ആൽഫ T0. അപ്പോൾ ഇനീഷ്യൽ കെറ്റ് എന്ന് പറയുന്നത് കെറ്റ് ആൽഫ T0, ഫൈനൽ കെറ്റ് എന്ന് പറയുന്നത് കെറ്റ് ആൽഫ T0 സെമിക്കോളൻ T0 പ്ലസ് dt. ഓക്കെ, ഇതാണ് ടൈം എവല്യൂഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫിനിറ്റ്സിമൽ ട്രാൻസ്ലേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റ്സിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ, അതായത് പൊസിഷൻ ചേഞ്ച് ട്രാൻസ്ലേഷൻ കൊണ്ടുണ്ടാവുന്ന ഓപ്പറേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗാമ ഓഫ് dx പ്രൈം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് i k ഡോട്ട് dx പ്രൈം എന്നുള്ള രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? kdx 1 ഡയമെൻഷൻ ആകുമ്പോൾ kdx പ്രൈം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ രൂപത്തിൽ നമുക്ക് ഈ ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ശ്രമമാണ്. അതിൻ്റെ അനലോഗി, in a similar analogy we can represent T0 plus dt T0 can be written as 1 minus I omega dt. ഇതേ രൂപത്തിൽ ഇതിൽ നിന്ന് കണക്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. ഇവിടെ k നമ്മൾ പിന്നീട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊമെന്റം ജനറേറ്ററുമായി കണക്ട് ചെയ്തിട്ട് k എന്ന് പറയുന്നത് p/h ക്രോസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒമേഗ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് ഫോം ഓഫ് ഒമേഗ, പക്ഷേ ഞാൻ ഒമേഗ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററെ കണ്ടുപിടിക്കാൻ പറ്റുകയാണ്. ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ എഴുതുന്നു, ഒമേഗ ഈസ് ഹെർമീഷ്യൻ. എന്തിനാണ് ഒമേഗ ഹെർമീഷ്യൻ ആവുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററും സാധാരണ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ will also satisfy unitary property and composition property. അപ്പോൾ യൂണിറ്ററി പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ യു ടി സീറോ പ്ലസ് ഡി ടി ടി സീറോ എന്നുള്ളതിനെ നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? 1 മൈനസ് ഐ ഒമേഗ ഡി ടി എന്നാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യു ഡാഗർ ടി സീറോ പ്ലസ് ഡി ടി ടി സീറോ ഇൻറ്റു യു ടി സീറോ പ്ലസ് ഡി ടി ടി സീറോ. നമ്മളുടെ ഇക്വേഷൻ ഈ ഫോമിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 plus I omega dagger dt into 1 minus I omega dt. ഇങ്ങനെ എഴുതാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 plus 1 minus I omega dt plus I omega dagger dt, I into I minus 1 plus omega dagger dt the whole square. ഈ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ if we neglect the term containing dt square, dt തന്നെ വളരെ സ്മോൾ ആണ്, അപ്പോൾ dt സ്ക്വയർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ യു ഡാഗർ ടി സീറോ പ്ലസ് ഡി ടി സീറോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഒമേഗ ഡി ടി പ്ലസ് ഐ ഒമേഗ ഡാഗർ ഡി ടി എഴുതാം. ഒമേഗയും ഒമേഗ ഡാഗറും സെയിം ആണെങ്കിൽ ഹെർമീഷൻ എന്ന് പറയാം. ഹെർമീഷൻ ആണെങ്കിൽ ഈ രണ്ട് ടേമുകളും ക്യാൻസൽ ചെയ്തു, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ എന്തായി? യു ഡാഗർ ടി സീറോ പ്ലസ് ഡി ടി ടി സീറോ ഇൻറ്റു യു ടി 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 സീറോ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഒമേഗയും ഒമേഗ ഡാഗറും സെയിം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറയുന്നത് ഒരു ഹെർമീഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഒരു യൂണിറ്ററി പ്രോപ്പർട്ടി റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ ഈ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി ഹെർമീഷ്യൻ. ഓക്കെ, ദിസ് ക്വാണ്ടിറ്റി വിൽ ഓൾസോ സാറ്റിസ്ഫൈ കോമ്പോസിഷൻ പ്രോപ്പർട്ടി ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്താണ് ക്വാണ്ടം ഡൈനാമിക്സിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ടൈം എവല്യൂഷൻ എന്ന് പറഞ്ഞു. ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന്റെ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻഫിനിറ്റ്സിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ ഇങ്ങനെ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി h/h ക്രോസ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമുക്കൊരു ജനറൽ ആയിട്ട് ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന്റെ ജനറൽ ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ അനലോഗ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.